ഹലോ എവരിവൺ, എല്ലാവർക്കും ആസ്പെർ എഡ്യൂ ടിപ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ടു ദ ലൈഫ് പ്രോസസ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ബയോമോളിക്യൂൾസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബോഡിയിലെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ കോശങ്ങൾക്കകത്ത് കുറേയധികം കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ സഹായിക്കുന്ന തന്മാത്രകളും മറ്റുമൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞു? ഏതൊക്കെയാണ് ബയോമോളിക്യൂൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഇവരെല്ലാം എന്താണ്? ബയോമോളിക്യൂൾസ് ആണ്. പിന്നെ ഈ ബയോമോളിക്യൂൾസിനൊക്കെ എക്സാമ്പിൾസും പറഞ്ഞു. അതായത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, അങ്ങനെ കുറേ കമ്പോണൻസ്, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ ബയോമോളിക്യൂൾസിൻ്റെയും കുറേ എക്സാമ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. ക്ലിയർ അല്ലേ? ഈ ബയോമോളിക്യൂൾസൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? കോശത്തിൻ്റെ ഉള്ളിലല്ലേ? ഈ ബയോമോളിക്യൂൾസും ഒപ്പം ചില കെമിക്കൽ ഫാക്ടേഴ്സും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ലൈഫ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു മൊത്തം, അതായത് ബയോമോളിക്യൂൾസും ഒപ്പം മറ്റ് കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ആകെ മൊത്തം അല്ലെങ്കിൽ സം ടോട്ടലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം. നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആകെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതെങ്ങനെയൊക്കെ ആവാം? ബയോമോളിക്യൂൾസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിരിക്കാം. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? കോശത്തിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. All life signs are manifested by the action of biomolecules and many other chemical factors inside the cell. എങ്ങനെയാണ് എല്ലാ ലൈഫ് സയൻസും മാനിഫെസ്റ്റ് ചെയ്യുന്നത്? എന്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്? ഈ ബയോമോളിക്യൂൾസിൻ്റെ പ്രവർത്തന ഫലമായാണ്. ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദി സെൽ. കോശത്തിൻ്റെ ഉള്ളിലുള്ള ചില കെമിക്കൽ ഫാക്ടേഴ്സ് കാരണവും. ഓൾ സച്ച് കെമിക്കൽ റിയാക്ഷൻ ടുഗെദർ ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഓർഗാനിസം ആർ കോൾഡ് മെറ്റബോളിസം. ഒരു ജീവിയിൽ ഇത്തരത്തിൽ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് ടേംസ് പരിചയപ്പെടാൻ പോവുക: അനബോളിസവും കെറ്റബോളിസവും. ഈ അനബോളിസവും കെറ്റബോളിസവും ചേർന്ന് നടക്കുന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് മെറ്റബോളിസം എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ബോഡിയിലെ കോശങ്ങൾക്കുള്ളിൽ ബയോമോളിക്യൂൾസും മറ്റ് കെമിക്കൽ ഫാക്ടേഴ്സിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മെറ്റബോളിസം. ഇനി ഈ കോശങ്ങളുടെ ഉള്ളിലാവുമ്പോഴേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയൊക്കെ ഉള്ളതാവും? പുതിയ ഓരോ തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനവും അവിടെ നടക്കും. അതേപോലെ ഉണ്ടായിട്ടുള്ള ചില വലിയ വലിയ തന്മാത്രകൾ ചേർത്ത് അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ കണികകളാക്കുന്ന മാറ്റുന്ന പ്രവർത്തനവും ഉണ്ടാവും. ഇത് രണ്ടും തന്നെയാണ് അനബോളിസവും കാറ്റബോളിസവും. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അനബോളിസം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ ആഡിങ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. പുതിയ തന്മാത്രകളെ നമ്മൾ ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് അനബോളിസം. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? സെൽസിൻ്റെ ഉള്ളിലാണ്. കെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് മോളിക്യൂൾ. ഒരു തന്മാത്രയുടെ വിഭജിച്ച് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നതാണ്. ഈ അനബോളിസവും കാറ്റബോളിസവും കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം എന്താ? നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഇനി ഏതൊക്കെ പ്രോസസ്സ് ചേരുന്നതാണ് മെറ്റബോളിസം എന്ന് ചോദിച്ചാൽ അനബോളിസവും കാറ്റബോളിസവും ചേരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തറിയണം? എന്താണ് അനബോളിസം എന്നറിയണം. അനബോളിസം പറഞ്ഞു ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ ആഡിങ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ കാറ്റബോളിസം എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് ആണ്. എക്സാമ്പിൾസിലൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് തന്മാത്ര വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ജലവും വാട്ടറും ചേർന്ന് ഗ്ലൂക്കോസ് തന്മാത്രയാവും. അപ്പം ഇവിടെ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഒരു മോളിക്യൂള് അതിനോടൊപ്പം വാട്ടർ മോളിക്യൂള് കൂടി ചേരുക, ആഡിങ് അപ്പ് ഓഫ് മോളിക്യൂൾ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഏതുണ്ടാവും? ഗ്ലൂക്കോസ് തന്മാത്ര ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. സോ അതാണ് അനബോളിസത്തിന് എക്സാമ്പിൾ. ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആയിട്ടുള്ള അനബോളിസത്തിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസിൻ്റെ ഫോർമേഷൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് കെറ്റബോളിസം എന്ന് വെച്ചാൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ഓഫ് മോളിക്യൂൾസ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മുത്തുമാല ഓർക്കുക. ഈ മുത്തുമാല നമ്മൾ ഫുള്ളായിട്ട് നോക്കുമ്പോൾ മാല അത് പ്രോട്ടീനാണെന്ന് സങ്കല്പിക്കുക. എങ്ങനെയാണ്?
ഒരു ത്രെഡും അതിന് മുകളിൽ മുത്തു ആകുമ്പോഴാണല്ലോ മുത്തുമാലയാവുന്നത്. ആ മൊത്തം മുത്തുമാലയാണ് പ്രോട്ടീൻ എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ അതിലെ ഓരോ മുത്തുകളും പറയുന്നതാണ് അമിനോ ആസിഡ്. നമ്മൾ പല പല മുത്തുകൾ ചേർന്നിട്ടല്ലേ ഒരു മാലയാവുള്ളൂ. അതേപോലെ അമിനോ ആസിഡ് എന്ന് പറയുന്ന ചെറിയ കണികകൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാകുന്നത്. മൊത്തം പ്രോട്ടീൻ തന്മാത്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ സബ് യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലായേ? സ്വാഭാവികമായിട്ടും ആ പ്രോട്ടീനെ ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ചെറിയ യൂണിറ്റുകൾ തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടത്. പ്രോട്ടീൻ എന്ന വലിയ മോളിക്യൂളിനെ മുറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാൽ, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന മാലയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ മുത്തുകൾ ചെറിയ കണികകളാണ് അമിനോ ആസിഡ്സ്. ഇതൊരു ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ കാറ്റബോളിസത്തിന് എക്സാമ്പിളാണ് ഈ പ്രോട്ടീനിൻ്റെ ബ്രേക്ക് ഡൗൺ. പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ്റെ അടിസ്ഥാന കണമാണ്. അനബോളിസം എന്താണെന്നും കാറ്റബോളിസം എന്താണെന്നും ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത്. ക്ലിയർ അല്ലേ? അവിടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് മെറ്റബോളിസം 2 ആരോസ് കൊടുത്തിട്ട് അനബോളിസവും കാറ്റബോളിസവുമാണ്. അനബോളിസം എന്ന് വെച്ചാൽ എന്താണ്? ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. ആൻഡ് കാറ്റബോളിസം എന്ന് പറയുമ്പോഴോ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ അനബോളിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്? പ്ലാന്റ് സിന്തസൈസ് ഗ്ലൂക്കോസ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് തന്മാത്ര നിർമ്മിക്കുന്നത് അനബോളിസത്തിന് ഉദാഹരണമാണ്. അതേപോലെ കാറ്റബോളിസത്തിൻ്റെ എക്സാമ്പിൾ എന്താണ്? പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഇൻറ്റു അമിനോ ആസിഡ്സ്. നമ്മളീ പറഞ്ഞ പ്രോട്ടീനെ ചെറുതാക്കി ഏതായിട്ട് കിട്ടും? അതിൻ്റെ സബ് യൂണിറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡുകളായിട്ട് ലഭിക്കുന്നു. ഇനി ബയോമോളിക്യൂൾസ് സച്ച് ആസ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് ആർ ഓൾസോ ഫോംഡ് ഇൻസൈഡ് ദ സെൽ ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ്പ് മെറ്റബോളിസം. അതായത് ഈ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള എൻസൈമുകളും ഹോർമോണുകളും, ഇനി നമ്മൾ അവരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ തന്നെ എവിടെ ഫോം ചെയ്യുന്നുണ്ട്? നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ. ഇതെന്തിനു സഹായിക്കും? ടു റെഗുലേറ്റ് ആൻഡ് ഹെൽപ്പ് ദ മെറ്റബോളിസം. നമ്മൾ ഈ പറഞ്ഞ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ആർക്കും പങ്കുണ്ട്? എൻസൈമിനും ഹോർമോണിനും. ഇവ രണ്ടും കാണപ്പെടുന്നത് എവിടെയാണ്? കോശത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എൻസൈം എന്താണ്, ഹോർമോൺ എന്താണ് എന്നാണ്. നോക്കാം. എൻസൈംസ് ആൻഡ് ഹോർമോൺ. Enzymes are molecules which help to speed up the countless chemical reaction that takes place in an organism every moment. ഇപ്പോൾ എൻസൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഒരു സമയം നടക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഈ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ എല്ലാം വേഗത കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ, എന്ത് തന്മാത്രകളാണ്? ദാറ്റ് help to speed up the countless chemical reaction takes place in the organism every moment. ഓരോ സമയവും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ വേഗതയെ കൂട്ടാൻ സഹായിക്കുന്ന ഘടകമാണ് എൻസൈം. മോസ്റ്റ് എൻസൈംസ് ആർ പ്രോട്ടീൻ. നമ്മൾ കാണുന്ന കൂടുതൽ എൻസൈമുകളും എങ്ങനെയുള്ളവരാണ്? പ്രോട്ടീനുകളാണ്. സലൈവറി അമിലേസ് പ്രസൻറ്റ് ഇൻ സലൈവ and pepsin present in gastric juice are example of enzyme. എൻസൈമുകളുടെ ഉദാഹരണമാണ് പറയുന്നത്. നമ്മുടെ ഉമിനീർ അല്ലെങ്കിൽ സലൈവയിൽ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈമാണ് സലൈവറി അമിലേസ്. അതേപോലെ നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയത്തിലുള്ള ഒന്നാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണെന്നാണ് പറയുന്നത്? എൻസൈംസിന്. നമ്മൾ എൻസൈംസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളുടെയും ഓരോ സമയത്തും അതിൻ്റെ സ്പീഡിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എൻസൈം എന്ന് പറഞ്ഞു. ഇനി ഈ എൻസൈമിന് ഉദാഹരണം പറഞ്ഞു. ഏതൊക്കെയാ? നമ്മുടെ സലൈവ, ഉമിനീരിലടങ്ങിയിട്ടുള്ള സലൈവറി അമിലേസ്, അതേപോലെ നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയത്തിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് ഒക്കെ എൻസൈമുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ എൻസൈംസ് കൂടുതലും എന്താണെന്നാണ് പറഞ്ഞത്? പ്രോട്ടീനുകളാണ്. എൻസൈമുകൾ കൂടുതലും എന്താണ്? പ്രോട്ടീനുകളാണ്. ഇനി നമുക്ക് ഹോർമോൺസാണ് നോക്കേണ്ടത്. ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾസ്. ഹോർമോൺസ് എന്താണ്? രാസപരമായിട്ടുള്ള തന്മാത്രകൾ, കെമിക്കൽ മോളിക്യൂൾസ് ആണ് ഹോർമോൺസ്. ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോഓർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കൽ അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് നടത്തിപ്പിനുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുകൊണ്ട് അവയെ നിയന്ത്രിക്കുന്നു, കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഹോർമോൺസ് ആർ കെമിക്കൽ മോളിക്യൂൾ ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കോർഡിനേറ്റ് ബയോളജിക്കൽ പ്രോസസ്സ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഇപ്പം പറഞ്ഞ ഹോർമോൺസ്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ഓരോ ഗ്രന്ഥികളും ഓരോരോ ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഗ്രന്ഥികൾ, അതാണ് എൻഡോക്രൈൻ, അന്തഃസ്രാവി ഗ്രന്ഥി എന്ന് പറയും. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ത് ചെയ്യാറുണ്ട്? ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ പല അന്തഃസ്രാവി ഗ്രന്ഥികളായിരിക്കും കറസ്പോണ്ടിങ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താ നമ്മൾ ഈ പറഞ്ഞ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കലായിട്ടുള്ള മോളിക്യൂൾസ് ആണ്. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? നമ്മുടെ ശരീരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തഃസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ദാറ്റ് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് സെക്സ് ഓർഗൻ ആർ എക്സാമ്പിൾസ് ഫോർ ഹോർമോൺ. ഇപ്പം നമ്മളെ മെയിൽ ബോഡിയിലുള്ള ഹോർമോൺസ് ആയിരിക്കില്ല ഫീമെയിൽ ബോഡീസിലുണ്ടാവുക. ഇപ്പോൾ മെയിൽസിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കറസ്പോണ്ടിങ് ഗ്രന്ഥിയും ഉണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഉള്ളതുകൊണ്ടാണ് മെയിൽ ക്യാരക്ടേഴ്സ് വരെ കാണിക്കുന്നത്. സൗണ്ട് മോഡുലേഷൻ ഉണ്ടാകുന്നതായാലും അവരുടെ ശരീരത്തിനൊരു ഘടന ഉണ്ടല്ലോ, അതിനൊക്കെ കാരണം ആ ഒരു ഹോർമോണാണ്. എന്നാൽ ഫീമെയിൽസിന് അങ്ങനെയാണോ? അല്ല, ഫീമെയിൽസ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫീമെയിൽസ് ഉണ്ടാകുന്ന ഇപ്പം ഓവുലേഷൻ പോലുള്ള പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ പോലുള്ള പ്രവർത്തനങ്ങളായാലും അതൊക്കെ നടക്കുന്നതിനുള്ള കാരണം എന്താണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോൺ ഉള്ളതുകൊണ്ടാണ്. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തഃസ്രാവി ഗ്രന്ഥികൾ ഓരോരോ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ എൻസൈംസും ഹോർമോൺസും പറഞ്ഞു. എന്താണ് എൻസൈംസ് എന്ന് ചോദിച്ചാൽ, എൻസൈംസ് എന്ന് പറയുന്ന മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൗണ്ട്ലെസ് ആയിട്ട് എണ്ണമറ്റാത്ത അത്രയ്ക്ക് വരുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ ഒക്കെ സ്പീഡപ്പ് ചെയ്യുന്ന ആളാണ് എൻസൈം. ഇനി എൻസൈം എങ്ങനെയുള്ള ആൾക്കാരാണ്? പ്രോട്ടീൻ തന്മാത്രകളാണ്. എൻസൈംസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സലൈവറി എമിലേസ് എവിടെ കാണപ്പെടും? നമ്മുടെ ഉമിനീർ അഥവാ സലൈവയിൽ കാണപ്പെടുന്നു. അതേപോലെ നമ്മുടെ ആമാശയത്തിലുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസും. എൻസൈമിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞു. ഹോർമോൺ എന്ന് പറയുന്നത് കെമിക്കലായിട്ടുള്ള, രാസപരമായിട്ടുള്ള തന്മാത്രകളാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ അന്തഃസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹോർമോൺസ് എന്ന് പറയുന്ന കെമിക്കൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് മെയിൽസിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽസിലാണെങ്കിൽ പ്രൊജസ്ട്രോണും ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളുമാണ്. സോ എൻസൈമും ഹോർമോൺസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് മെറ്റബോളിസം എന്നാണ്. നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ ബയോമോളിക്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് കെമിക്കൽ ഫാക്ടേഴ്സുമുണ്ട്. ഇവരൊക്കെ ചേർന്ന് നടത്തുന്ന മൊത്തം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങളെ മെറ്റബോളിസം എന്ന് പറയുന്നു. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചേർന്നതാണ്? അനബോളിസവും കെറ്റബോളിസവും. അനബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആഡ് ചെയ്യപ്പെടുന്നൊരു പ്രവർത്തനമാണ് അനബോളിസം. ഉദാഹരണം എന്താണ്? ഗ്ലൂക്കോസ് തന്മാത്ര ഫോം ചെയ്യുന്നു. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന തന്മാത്രയും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മോളിക്യൂളും വാട്ടർ മോളിക്യൂളും കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് മോളിക്യൂൾ ആവുന്നു. ഇതെന്തിന് എക്സാമ്പിളാണ്? അനബോളിസം. കാരണം അവിടെ മോളിക്യൂൾസ് ബിൽഡപ്പ് ചെയ്യാണ്, കൂടിച്ചേരുകയാണ്. രണ്ടാമതായിട്ട് കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ തന്മാത്ര ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നതാണ് കാറ്റബോളിസം. ഈ അനബോളിസവും കെറ്റബോളിസവും ചേർന്ന് നമ്മൾ പറയുന്ന പേരാണെന്ത്? മെറ്റാബോളിസം. ക്ലിയർ? ശേഷം നമ്മൾ പറഞ്ഞത് എൻസൈംസും ഹോർമോൺസും ആണ്. ഇവ എവിടെ കാണപ്പെടുന്നു? കോശത്തിൻ്റെ ഉള്ളിൽ. ഇവർക്കും മെറ്റബോളിക് പ്രവർത്തനങ്ങളിൽ റോളുണ്ട്. ഇനി എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്ത് തരം തന്മാത്രകളാണെന്ന് പറഞ്ഞു? പ്രോട്ടീൻ തന്മാത്രകളാണ്. അതിന് എക്സാമ്പിൾസ് നമ്മൾ സലൈവറി എമിലേസും ഗ്യാസ്ട്രിക് ജ്യൂസും ഒക്കെ പറഞ്ഞു. പിന്നീട്
ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണെന്ന് പറഞ്ഞു. അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾസ് ടെസ്റ്റോസ്റ്റിറോണും പ്രൊജസ്ട്രോണും ഈസ്ട്രജനും പറഞ്ഞു. ഇത്രയും ഭാഗം എല്ലാ കൂട്ടർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.